നമസ്കാരം. സൗദാസൻ എന്ന രാജാവിന് കൽമാഷപാതൻ എന്ന പേര് കിട്ടിയ കഥ കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടുനോക്കൂ. സൂര്യവംശത്തിൽ സുദാസൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് സൗദാസൻ. സൗദാസൻ്റെ ഭാര്യയുടെ പേര് മദയന്തി എന്നായിരുന്നു. ഒരിക്കൽ സൗദാസൻ കാട്ടിൽ നായാട്ടിനിറങ്ങിയതായിരുന്നു. ആ കാട്ടിൽ 2 രാക്ഷസന്മാർ കടുവയുടെയും പുലിയുടെയും രൂപത്തിൽ കഴിയുന്നുണ്ടായിരുന്നു. നായാട്ടിനിടയിൽ അതിലൊരു രാക്ഷസനെ സൗദാസൻ കൊന്നു. ഇതിനു താൻ പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് രണ്ടാമത്തെ രാക്ഷസൻ അവിടെ നിന്നും പോയി. അച്ഛനായ സുദാസന്റെ കാലശേഷം സൗദാസൻ രാജാവായി വാഴുന്ന കാലത്ത് ഒരു ദിവസം വസിഷ്ഠ മഹർഷി സൗദാസന്റെ കൊട്ടാരത്തിലെത്തി. വസിഷ്ഠനെ സൗദാസൻ അതിഥിയായി ആദരിച്ചു. ആഹാരത്തിനു മുമ്പ് കുളിക്കാനായി വസിഷ്ഠൻ നദിക്കരയിലേക്ക് പോയി. ആ തക്കം നോക്കി രാക്ഷസൻ വസിഷ്ഠമുനിയുടെ വേഷത്തിൽ കൊട്ടാരത്തിലെത്തി. കുളി കഴിയാതെ തിരിച്ചു വന്ന മുനിയെ കണ്ട് സൗദാസൻ ചോദിച്ചു, എന്തേ ഇത്ര വേഗം തിരിച്ചു വന്നത്? വസിഷ്ഠന്റെ രൂപം ധരിച്ച രാക്ഷസൻ പറഞ്ഞു, വളരെ നാളായി മാംസഭക്ഷണം കഴിച്ചിട്ട്. ഇന്ന് ഭക്ഷണത്തിന് മാംസം വേണം എന്ന്. വസിഷ്ഠൻ പറഞ്ഞ കാര്യം സൗദാസൻ ഭാര്യ മദയന്തിയോട് പറഞ്ഞു. മദയന്തി അത് പാചകക്കാരനോടും പറഞ്ഞു. അന്നേരത്തേക്ക് പാചകക്കാരൻ്റെ വേഷത്തിൽ രാക്ഷസനും അടുക്കളയിൽ കയറി പറ്റിയിരുന്നു. കുളി കഴിഞ്ഞു വന്ന വസിഷ്ഠന് ആഹാരം വിളമ്പി. ആഹാരത്തിൽ മനുഷ്യമാംസം കണ്ട വസിഷ്ഠൻ രോഷാകുലനായി സൗദാസനെ ശപിച്ചു. എനിക്ക് മനുഷ്യമാംസം വിളമ്പിയ നീ എന്നെ അപമാനിച്ചു. നീ നരഭോജിയായ രാക്ഷസനാകട്ടെ എന്ന്. ശാപം കേട്ട സൗദാസൻ പരിഭ്രമിച്ചു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മഹർഷി ആവശ്യപ്പെട്ട പ്രകാരം പ്രവർത്തിച്ചുവെന്നു മാത്രം. നിരപരാധിയായ തന്നെ ശപിച്ചത് അന്യായമാണ്. സൗദാസനും മഹർഷിയെ ശപിക്കാനൊരുങ്ങി. സൗദാസന്റെ പത്നി മദയന്തി സൗദാസന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, എന്തായാലും ഗുരുതുല്യനായ വസിഷ്ഠനെ ശപിക്കുന്നത് ഉചിതമല്ല. അപരാധം പൊറുത്താലും. ധർമ്മപത്നിയുടെ വാക്കുകൾ കേട്ട സൗദാസൻ ശപിക്കാൻ വേണ്ടി കയ്യിലെടുത്ത ജലം എന്തു ചെയ്യണമെന്ന് ഒരു നിമിഷം ചിന്തിച്ചു. ആ ജലം വീഴുന്നിടം നശിക്കും. താൻ കാരണം ലോകരാരും കഷ്ടപ്പെടരുത്. സൗദാസൻ ജലം സ്വന്തം കാലിലൊഴിച്ചു. കാൽ കരിമ്പാറ പോലെയായി. അങ്ങനെ സൗദാസന് കൽമാഷപാതൻ എന്ന പേരും കിട്ടി. പിന്നീട് ശാന്തമായി ചിന്തിച്ചപ്പോൾ രാക്ഷസൻ ചതിച്ചതാണെന്ന് വസിഷ്ഠന് മനസ്സിലായി. അതിനാൽ 12 കൊല്ലം ശാപമനുഭവിച്ചാൽ മതിയെന്ന് സൗദാസന് ശാപമോക്ഷവും കൊടുത്തു.